ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാമത്തെ അധ്യായം അതിൽ 58-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാഷ്ടാവിംശോऽധ്യായः. നാരദ ഉവാച സൈനികാഭയനാംനോ യേ ബർഹിഷ്മൻ ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം സ ഏകദാ ദുരഭസാ പുരഞ്ജനപുരീം നൃപ രുരുധുർഭൗമഭോഗാഢ്യാം ജരൽപന്നകപാലിതാം കാലകന്യാപി ബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂതപുരുഷഃ സദ്യോ നിസ്സാരതാമിയാത് തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനീ പുരഞ്ജനഃ അവാപോർവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുലഃ കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാൻ ച ഗതസൗഹൃദാ ആത്മാനം കന്യാഗ്രസ്തം പാഞ്ചാലാനരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തത്പ്രതിക്രിയാം കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതിസ്നേഹ പുത്രധാരാംശ്ച ലാളയൻ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജ താം പുരീമനികാമതാം ഭയനാംനോഗ്രജോ ഭ്രാത പ്രജ്വാരപ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുപ്രിയചികീർഷയാ തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ കൗടുംബികകുടുംബിന്യാ ഉപാതപ്യത സാന്വയഃ യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാരസംസൃഷ്ടഃ പുരപാലോന്വത്തപ്യത ന ശേകേസോവിദും തത്ര പുരുകൃച്ഛ്രോരുവേ പഥുഃ ഗന്ധുമൈച്ഛത്തതോ വൃക്ഷ കോടരാദിവസാനലാത് ശിഥിലാവയവോ യർഹി ഗന്ധർവൈ ഹൃതപൗരുഷഃ യവനൈരരിഭീരാജൻ ഉപരുദ്ധോ രുരോധഃ ദുഹിതൃഃ പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗൃഹകോശപരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാ ദീനോ വിപ്രയോഗ ഉപസ്ഥിതേ ലോകാന്തരം ഗതവതി മയി അനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷാ ബാലകാനനുശോചതി ന മയ്യന അനാശിതേ ഭുങ്ക്തേ നാസ്നാതേ സ്നാതിമത്പരാ മയി രുഷ്ടേ സുസന്ദ്രസ്താ ഭത്സിതേ യത വാഗ്ഭയാത് പ്രബോധേതി മാ വിജ്ഞം വ്യുഷിതേ ശോകകർഷിതാ വത്മൈതത് ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി കഥം नु दारगादीना दारगीर्वापरायणाः वर्तिष्यन्ते मयि गते भिन्ननाव इवो दधौ एवं कृपणया बुद्ध्या शोचन्तमतिदर्शनं गृहीतुं कृतधीरेण भयनामाभ्यपद्यतां पशुवत्यवनैरेषा नीयमानः स्वयं क्षयम् अन्वद्रवन् अनुपथा शोचन्तो भृशमातुराः पुरीं विहायोपगत उपरुद्धो भुजङ्गमः यदा तमेवानुपुरी विशीर्णा प्रकृतिं गता विगृह्यमाणप्रसभं यवनेन बलीयसा नाविन्दत्तमसाविष्टः सखायं सुहृदं पुरा तं यज्ञपशवोऽनेन सज्ञप्ताये दयालुना कुठारे चिच्छिदुः क्रुद्धाः स्मरन्तोमीवमस्य तत् अनन्दपारे तमसि
മഗ്നോ നഷ്ടസ്മൃതിഃ സമാഹ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതഃ താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദോത്തമാ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി ഉപയേമേ വീര്യപണാം വൈദർഭിം മലയധ്വജഃ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യപരപുരഞ്ജയഃ തസ്യാം സജനയാം ചക്രേ ആത്മജാമസിതേക്ഷണാം യവീയസ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതം ഏകൈകസ്യാ ഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യത്തെ യദ്വംശധരൈർ മഹീമന്വന്തരം പരം അഗസ്ത്യപ്രാഗ്ദുഹിതരം ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇത്മവാഹാത്മജോ മുനി വിഭജ്യതനയേഭ്യക്ഷ്മാം രാജർഷിർമലയധ്വജഃ ആരിരാധയിഷു കൃഷ്ണം സജഗാമകുലാചലം ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭീമതിരേക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവരജനീകരം തത്ര ചന്ദ്രാവസാ നാമ താമ്രപർണീവടോദഗ തൽപുണ്യസലിലൈർനിത്യം ഉഭയത്രാത്മനോ മൃജൻ കന്ദാഷ്ടിഭിർമൂലഫലൈः പുഷ്പപർണൈസ്തൃണോദകൈः വർത്തമാനശനൈർഗാത്രകർശനം തപ ആസ്ഥിത ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാന്യജയൽ സമദർശനഃ തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈഃ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയഃ ആസ്തേ സ്ഥാണുരുവൈകത്ര ദിവ്യം വർഷശതം സ്ഥിതഃ വാസുദേവേ ഭഗവതി നാന്യദ്വേദോദ്വഹൻ രതിം സ വ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്നൈവാമർശസാശ്രിണം വിരരാമഃ സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോ മുഖം പരേ ബ്രഹ്മണി ചാത്മാനാം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാമസ്മാത് ഉപരരാമഃ പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണാ പര്യചരദ്ധിത്വാ ഭോഗാൻ സാ പതിദേവത ചീരവാസാ വ്രതക്ഷാമ വേണീഭൂതശിരോരുഹ ബഭാവുപപതിം ശാന്ത ശിഖാ ശാന്തവിവാനലം അജാനതി പ്രിയതമം യദോപരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാ പൂർവമുപാചരത് യദാ നോപലഭേദാഘ്രാമുഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയാ യൂഥഭ്രഷ്ടാ മൃഗീ യഥാ ആത്മാനം ശോചതി ദീനമബന്ധും വിക്ലവാശ്രുഭിഃ സ്തനാവാസിച്ച് വിപിനെ സുസ്വരം പ്രരുരോദസാ ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാമുദധിമേഖലാം ദസ്യുഭ്യഃ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതീം പാതുമർഹസി ഏവം വിലപതി ബാല വിപിനേനുഗതാപതിം പതിതാ പാദയോർഭർത്തു രുദത്യശ്രൂണ്യവർത്തയത് ചിതിം ച ദാരുമയീം ചിത്വാ തസ്യാം പത്യുക്കളേബരം ആദീപ്യജാനുമരണേ വിലപന്തി മനോദധേ തത്ര പൂർവതരഃ കശ്ചിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വേൻ വൽഗുനാ സാംനാ താമാഹരുദതീം പ്രഭോ ബ്രാഹ്മണ ഉവാച കാ ത്വം കസ്യാസി കോ വായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഖാ അയം മാം യേനാഗ്രേ വിജജർത്ഥഃ അവിസ്മരസി ജാത്മാനമവിജ്ഞാതസഖം സഖേ ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമഭോഗരതോ ഗതഃ ഹംസാവഹം ച ത്വം ചാര്യ സഖായൗ മാനസായനൗ അഭൂതാം അന്തരാവൗകഃ
സഹസ്രപരിവത്സരാൻ. സത്വം വിഹായ മാം ബന്ധോ ഗതോ ഗ്രാമ്യമതിർമഹീം വിചരൻ പരമദ്രാക്ഷീ കയാചിന്നിർമ്മിതം സ്ത്രിയാ. പഞ്ചാരാമം നവദ്വാരമേകപാലം ത്രികോഷ്ഠകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതിസ്ത്രീധവം. പഞ്ചേന്ദ്രിയാർത്ഥോ ആരാമ ദ്വാരപ്രാണാ നവപ്രഭോ തേജോബന്നാനി കോഷ്ഠാനി കുലമിന്ദ്രിയ സംഗ്രഹ. വിപണസ്തു ക്രിയാശക്തിർഭൂതപ്രകൃതിരവ്യയാ ശക്ത്യധീശ പുമാംസ്തത്ര പ്രവിഷ്ടോ നാവബുദ്ധ്യതേ. അടുത്ത ശ്ലോകം എടുക്കാനുള്ള 59. തസ്മിംസ്ത്വം രാമയാ സ്പൃഷ്ടോ രമമാണോ ശ്രുതസ്മൃതി തത് സംഗാദീദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. തസ്മിംസ്ത്വം രാമയാ സ്പൃഷ്ടോ രമമാണോ ശ്രുതസ്മൃതി തത് സംഗാദീദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ ആ മഹാനായവനെ, ആ പുരിയിലെ ആ സുന്ദരിയാൽ ആകൃഷ്ടനായിട്ട് സ്വരൂപജ്ഞാനം വിസ്മരിച്ച അങ്ങ് അവളുടെ ആ സംസർഗത്താൽ രമിക്കുന്നവനായിട്ട് ഇത്തരം ആ പാപപങ്കിലമായിരിക്കുന്ന ആ അവസ്ഥയെ പ്രാപിച്ചവനായി. അല്ലയോ പ്രഭോ, തസ്മിൻ സ്ത്വാ രമയാ സ്പൃഷ്ടോ, ആ പുരിയിലെ രാമയാ സ്പൃഷ്ടോ, ആ പുരിയിലെ സുന്ദരിയാൽ സ്പൃഷ്ട ആകൃഷ്ടനായിട്ട് അശ്രുതസ്മൃതി, ആ സ്വരൂപജ്ഞാനം വിസ്മരിച്ചിട്ട് അശ്രുതസ്മൃതി വിസ്മരിച്ച ത്വം അങ്ങ് രാമയാ സ്പൃഷ്ട അശ്രുതസ്മൃതി സ്വരൂപജ്ഞാനം വിസ്മരിച്ച ത്വം അങ്ങ് തത് സംഗ അവളുടെ സംസർഗത്താൽ രമിക്കുന്നവനായിട്ട് രമമാണോ തത് സംഗാത് ഈദൃശീം ഇത്തരം അങ്ങനെ രമിക്കുന്നവനായിട്ട് ഇത്തരം പാപമംഗിലം ആയിരിക്കുന്ന പാപീയസീം ഈദൃശീം പാപീയസീം പ്രാപ്തോ ഇത്തരം പാപഭംഗിലമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചവനായി. അപ്പോൾ അടുത്ത പദങ്ങൾ നോക്കാം. ഹേ പ്രഭോ, അല്ലയോ മഹാനായവനെ, തസ്മിൻ ആ പുരിയിലെ രാമയാ സുന്ദരിയാൽ സ്പൃഷ്ട ആകൃഷ്ടനായിട്ട് അശ്രുതസ്മൃതി സ്വരൂപജ്ഞാനം വിസ്മരിച്ചു പോയ ത്വം അങ്ങ് യൽ സംഗാത് തത് സംഗാത് അവളുടെ ആ സംസർഗത്താൽ രമമാണ രമിക്കുന്നവനായിട്ട് ഈദൃശീം ഇത്തരം പാപീയസീം പാപഭംഗിലമായിരിക്കുന്ന ദശാം അവസ്ഥയെ പ്രാപിച്ചവൻ ആയി. ഒന്നും കൂടി പറയാം. ഹേ പ്രഭോ, അല്ലയോ മഹാനായവനെ, തസ്മിൻ ആ പുരിയിലെ രാമയാ സുന്ദരിയാൽ സ്പൃഷ്ട ആകൃഷ്ടനായി അശ്രുതസ്മൃതി സ്വരൂപജ്ഞാനം വിസ്മരിച്ച ത്വം അങ്ങ് തത് സംഗ അവരുടെ ആ സംസർഗത്താൽ രമമാണ രമിക്കുന്നവനായിട്ട് ഈദൃശീം ഇത്തരം പാപീയസീം പാപഭംഗിലമായിരിക്കുന്ന ദശാം അവസ്ഥയെ പ്രാപിച്ചവനായി. ഇത് തന്വയം വന്നിട്ട് ഹേ പ്രഭോ, തസ്മിൻ രാമയാ സ്പൃഷ്ട അശ്രുതസ്മൃതി ത്വം തത്സംഗാത് രമമാണഃ ഈദൃശീം പാപീയസീം ദശാം പ്രാപ്തഃ. ഒന്നുകൂടി പറയാം. ഹേ പ്രഭോ, തസ്മിൻ രാമയാ സ്പൃഷ്ട അശ്രുതസ്മൃതി ത്വം തത്സംഗാൽ രമമാണഃ ഈദൃശീം പാപീയസീം ദശാം പ്രാപ്തഃ. അല്ലയോ മഹാനായവനെ, ആ പുരിയിലെ സുന്ദരിയാൽ ആകൃഷ്ടനായിട്ട് സ്വരൂപജ്ഞാനം വിസ്മരിച്ച അങ്ങ് അവളുടെ ആ സംസർഗത്താൽ രമിക്കുന്നവനായിട്ട് ഇത്തരം പാപഭംഗിലമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചവനായി തീർന്നു. ഇതിൽ മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞ് ഒന്നും കൂടി നമുക്ക് സ്മരിച്ചു നോക്കാം. അല്ലയോ പ്രഭോ, 5 ഉദ്യാനങ്ങൾ എന്നാൽ ശബ്ദാദികളായിരിക്കുന്ന 5 വിഷയങ്ങൾ, 9 വാതിലുകൾ, ദേഹത്തിലെ ആ 9 ദ്വാരങ്ങൾ, തേജസ്, ജലം, അന്നം ഇവയാണ് ആ 3 മതിലുകൾ. മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടിയ 6 എണ്ണമാണ് കച്ചവടക്കാർ. അങ്ങാടി എന്നത് കർമ്മേന്ദ്രിയങ്ങൾ. 5
പ്രകൃതികൾ പഞ്ചഭൂതങ്ങൾ. പുരുഷനായിരിക്കുന്ന അങ്ങ് ആ സ്ത്രീയുടെ സ്വാധീനത്തിൽ അകപ്പെട്ട് തന്നെയോ സുഹൃത്തിനെയോ അറിയുന്നില്ല. അവളുടെ സ്പർശത്തോടെ അവളിൽ ആസക്തനായി, അവളിൽ രമിച്ചു, എല്ലാം മറന്നു. അങ്ങനെ അവളുടെ സംഘമാണ് പ്രഭുവായിരിക്കുന്ന അങ്ങയ്ക്ക് ഇപ്രകാരമുള്ള കഷ്ടങ്ങൾക്കെല്ലാം കാരണം. സത്സംഗം വേണ്ടിടത്ത് തത്സംഗമാണ് ഉണ്ടായത്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഈ അനുഭവങ്ങൾ. ഇപ്പോൾ ആ സത്സംഗം തന്നെ ലഭിച്ചു. ആ ബ്രാഹ്മണൻ വൈദർഭിയെ പുരഞ്ജനായിട്ട് മാത്രമേ ദർശിക്കുന്നുള്ളൂ. അതാണ് പ്രഭോ ഇത്യാദി പുല്ലിംഗ പ്രത്യയങ്ങൾ ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണം. ഇപ്പോൾ ഇവിടെ അർത്ഥം പറഞ്ഞത്, ആ പ്രഭോ ആ പുരിയിൽ അങ്ങ് ബുദ്ധിഭ്രംശം വന്ന് രമിച്ചുകൊണ്ട് മുമ്പ് ശ്രവിച്ച ആത്മതത്വമൊക്കെ മറന്ന് ആ ബുദ്ധി സംഘത്താൽ ഇങ്ങനെ ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചു. ബുദ്ധിയെയാണ് അവിടെ ആ സ്ത്രീ സങ്കല്പമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, ഹേ സ്നേഹിത, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ ശരീരത്തിൽ ബുദ്ധിക്കധീനനായിട്ട് ഭവിച്ചതിനാൽ വിഷയങ്ങളിൽ ആനന്ദിച്ചിരിക്കുന്ന ഭവാൻ ഈശ്വരനായിരിക്കുന്ന എന്നെ കേട്ടിട്ട് പോലുമില്ലെന്നുള്ള ഓർമ്മക്കേട് നിമിത്തം ഇത്രത്തോളം പാപം സ്വീകരിച്ചതായ നിലയിൽ എത്തിയിരിക്കുന്നു. അങ്ങയെ തന്നെ അറിയാതെയും ഇരിക്കുന്നു. ഇനിയെങ്കിലും ആ ബുദ്ധിദീനതയെ സ്വശക്തി കൊണ്ട് തള്ളിക്കളയുന്ന പക്ഷം ആ അവസ്ഥയിൽ നിന്നും മുക്തനാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ യത്ര ശക്തധീശ പുമാൻ പ്രവിഷ്ട ആത്മാനം ന വിബുദ്ധ്യതേ തസ്മിൻ പുരേ സ്ത്രീയ. അങ്ങനെ അവിടെ ആ പുരിയിലെ സ്ത്രീയാ രമമാണസ്തൽസംഗാർ രമിച്ചുകൊണ്ട് അവളുമായിട്ടുള്ള സംഘം കൊണ്ട് പാപീയസീം ദശാം പ്രാപ്ത, പാപഭംഗിരമായിരിക്കുന്ന ദശയെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തസ്മിൻ പുരേ, അങ്ങനെ അവിടെ ആ പുരത്തിൽ, ആ ശരീരത്തിലെ സ്ത്രീയാ രമമാണസ്തൽസംഗാർ, ആ സ്ത്രീയുമായിട്ട് ആ ബുദ്ധിയാകുന്ന സ്ത്രീയുമായിട്ട് രമിച്ചതുകൊണ്ട് തൽസംഗ, ആ സംഘം കൊണ്ട് പാപീയസീം ദശാം പ്രാപ്ത, പാപഭംഗിതമായിരിക്കുന്ന ദശയെ പ്രാപിച്ചു. അതിലത്തെ വ്യാഖ്യാനം, തസ്മിൻ പുരേ സ്ത്രീയാ രമമാണസ്തൽസംഗ പാപീയസീം ദശാം പ്രാപ്ത എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 60ാമത്തെ ശ്ലോകം. നത്വം വിദർഭദുഹിത നായം വീരസുഹൃത്തവ ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേയ നത്വം വിദർഭദുഹിത. അങ്ങ് ആ വിദർഭദുഹിത അല്ല, വിദർഭദുഹിത എന്ന് പറഞ്ഞാൽ വിദർഭൻ്റെ പുത്രിയല്ല. നായം വീരഹസ്, അങ്ങ് ഈ വീരനല്ല, പുരഞ്ജന എന്ന് പറയുന്നത്. അങ്ങയുടെ സുഹൃത്ത് നത്വം വിദർഭദുഹിത നായം വീര സുഹൃത്തവ, അത് അങ്ങയുടെ സുഹൃത്തും അല്ല. ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ ഏയ, അങ്ങയുടെ സുഹൃത്ത് പ്രിയനും അല്ല. യാതൊരുവളാൽ ആ നവദ്വാരങ്ങൾ ഉള്ളതിൽ ആ ബന്ധിക്കപ്പെട്ടിട്ട് ഇരിക്കുന്നുവോ ആ പുരഞ്ജനിയുടെ ഭർത്താവും അങ്ങായിരുന്നില്ല. ആരും തന്നെ അങ്ങല്ല എന്നുള്ള പറയുന്നത്. നത്വം, അങ്ങ് ആ വിദർഭദുഹിത, ആ വിദർഭ രാജാവിൻ്റെ പുത്രിയല്ല. ന അയം വീരഹ, ഈ വീരൻ, തവ അങ്ങയുടെ സുഹൃത്ത്, ന ഈ വീരൻ അങ്ങയുടെ സുഹൃത്തും അല്ല, പ്രിയൻ അല്ല. യയാ യാതൊരുവളാൽ നവമുഖേ നവദ്വാരമുള്ളതിൽ രുദ്ധ ബന്ധിക്കപ്പെട്ടുവോ പുരഞ്ജന്യാഹ ആ പുരഞ്ജനിയുടെ പതിഹി ഭർത്താവും ത്വം ന അങ്ങ് ആയിരുന്നില്ല.
ന ത്വം വിദർഭദുഹിത, അങ്ങ് വിദർഭത്തിലെ ആജ്ഞയായിരുന്നില്ല. നായം വീരഃ, ഈ വീരൻ സുഹൃത്തവ, സുഹൃത്തും ആയിരുന്നില്ല. ന പതിസ്ത്വം, ന പതിസ്ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ആയിരുന്നില്ല, ഭർത്താവും ആയിരുന്നില്ല, അങ്ങയുടെ ഭർത്താവും ആയിരുന്നില്ല. പുരഞ്ജന്യ, രുദ്ധോ, ആ പുരഞ്ജനിയുടെ ഭർത്താവും ആയിരുന്നില്ല. രുദ്ധോ നവമുഖേ ഏയാ, ആ നവദ്വാരങ്ങളിൽ ബന്ധിക്കപ്പെട്ടുവോ, യാതൊരുവളാൽ ആ നവദ്വാരങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരുന്നുവോ ആ പുരഞ്ജനിയുടെ ന പതിസ്ത്വം, പതിയും ആയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയും. അപ്പോഴത്തെ പദങ്ങളെ ത്വം, അങ്ങ്, വിദർഭദുഹിതാന, വിദർഭന്റെ പുത്രിയല്ല. അയം വീരഃ, ഈ വീരൻ, തവ, അങ്ങയുടെ, സുഹൃത്നഃ, പ്രിയനും അല്ല. യയാ, യാതൊരുവളാൽ, നവമുഖേ, നവദ്വാരങ്ങളുള്ളതിൽ, രുദ്ധ, ബന്ധിക്കപ്പെട്ടുവോ, പുരഞ്ജന്യാഹ, ആ പുരഞ്ജനിയുടെ പതിഹി, ഭർത്താവും, ത്വം, അങ്ങയായിരുന്നില്ല. എന്നുകൂടി പറയാം. ത്വം, അങ്ങ്, വിദർഭദുഹിതാന, വിദർഭന്റെ പുത്രിയല്ല. അയം വീരഃ, ഈ വീരൻ, തവ, അങ്ങയുടെ, സുഹൃത്ന, പ്രിയനും അല്ല. യയാ, യാതൊരുവളാൽ, നവമുഖേ, നവദ്വാരങ്ങളുള്ളതിൽ, രുദ്ധ, ബന്ധിക്കപ്പെട്ടുവോ, പുരഞ്ജന്യാഹ, ആ പുരഞ്ജനിയുടെ പതിഹി, ഭർത്താവും, ത്വം, അങ്ങ് ആയിരുന്നില്ല. തന്വയം. ത്വം വിദർഭദുഹിതാന അയം വീരഃ തവ സുഹൃത്ന യയാ നവമുഖേ രുദ്ധഃ പുരഞ്ജന്യാം പതിം ത്വം ന. പറയാം. ത്വം വിദർഭദുഹിതാന അയം വീരഃ തവ സുഹൃത്ന യയാ നവമുഖേ രുദ്ധഃ പുരഞ്ജന്യാഹ പതിം ത്വം ന. അങ്ങ് വിദർഭ രാജാവിൻ്റെ പുത്രിയല്ല. ഈ വീരൻ അങ്ങയുടെ സുഹൃത്തും അല്ല, പ്രിയനും അല്ല. യാതൊരുവളാൽ നവദ്വാരങ്ങളുള്ളതിൽ ബന്ധിക്കപ്പെട്ട ആ പുരഞ്ജനിയുടെ ഭർത്താവും അങ്ങായിരുന്നില്ല. അപ്പോൾ അങ്ങന്ന് ആ വിദർഭപുത്രിയല്ല, ഈ മരിച്ചു കിടക്കുന്ന ആൾ ഭർത്താവും അല്ല. അങ്ങ് നവദ്വാരമയമായിരിക്കുന്ന പുരത്തിൽ അങ്ങയെ ബന്ധിച്ച പുരഞ്ജനിയുടെ ഭർത്താവുമല്ല. എൻ്റെ മായയാൽ അങ്ങയെ പുരുഷനാക്കി പിന്നെ സ്ത്രീയാക്കി. അത് മിഥ്യയാണ്. നാം ഇരുവരും പരിശുദ്ധരാണ്. നമ്മുടെ വാസ്തവസ്ഥിതി അറിഞ്ഞാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങ് വിദർഭരാജാവിൻ്റെ പുത്രിയല്ല, ഈ വീരൻ അങ്ങയുടെ പതിയുമല്ല. അങ്ങ് 9 ദ്വാരമുള്ള ഈ പുരത്തിൽ ആരാൽ തടയപ്പെട്ടുവോ ആ പുരഞ്ജനിയുടെ പതിയും അല്ല. അപ്പോൾ അങ്ങ് നീ വിദർഭരാജാവിൻ്റെ മകളുമല്ല. ഈ വീരനായിരിക്കുന്ന മലയധ്വജൻ നിന്റെ ഭർത്താവും അല്ല. 9 ദ്വാരമുള്ള ഈ ശരീരത്തിൽ യാതൊരുവൾ നിന്നെ ബന്ധിച്ചിരിക്കുന്നുവോ ആ പുരഞ്ജനിയുടെ ഭർത്താവുമല്ല നീ എന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ അടുത്ത വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. നത്വം വിദർഭദുഹിത, നീ ആ വിദർഭപുത്രിയല്ല. നായം, ഈ വീരൻ, തേ പതിർന്ന, നിന്റെ പതിയും അല്ല. ത്വം പുരഞ്ജനോ യഹ് പുരഞ്ജന്യ, നീ പുരഞ്ജനോ ആ പുരഞ്ജനിയുടെ നവമുഖേ പുരേ, ആ നവമുഖമായിരിക്കുന്ന ദ്വാരത്താൽ രോധിക്കപ്പെട്ട ഇയം മായാമയാ സൃഷ്ട, ഇതൊക്കെ ഒരു മായ ആയിരിക്കുന്ന സൃഷ്ടിയാകുന്നു എന്ന് പറയാം. ഇതൊന്നും നമ്മളല്ല ആണ് പറയുന്നത്. ഈ പറയുന്നതൊന്നും നീയല്ല എന്നാ പറയുന്നത്. നത്വം വിദർഭദുഹിത, നീ വിദർഭദുഹിത അല്ല, വിദർഭപുത്രിയല്ല. നായം തേ പതിർന്ന, ഈ വീരൻ നിന്റെ, ഈ മലയധ്വജൻ നിന്റെ പതിയും അല്ല. ത്വം പുരഞ്ജനോയ, നീ ആ പുരഞ്ജനൻ ആണ്. പുരഞ്ജനിയുടെ പുരഞ്ജന്യാ നവമുഖേ പുരേരുദ്ധ, പുരഞ്ജനിയാൽ ആ നവമുഖത്തിൽ മുഖദ്വാരമുള്ള ആ ജീവനിൽ ആരോധിക്കപ്പെട്ട ആളും അല്ല, പുരഞ്ജനനും പുരഞ്ജനിയും അല്ല. ഇയം മായാ സൃഷ്ട, ഇതെല്ലാം ഞാൻ എൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചതാണെന്നർത്ഥം. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം കൂടി പറയാം. ത്വം ന ത്വം വിദർഭദുഹിത
നായം തേ പതിർന്ന ത്വം പുരഞ്ജനോ യഃ പുരഞ്ജന്യാ നവമുഖേ പുരേ രുദ്ധഃ ഇയം മായാ മയാ സൃഷ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം എന്നൊക്കെ മായാഹേഷ മയാ സൃഷ്ട, എൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത്. മായാഹേഷ മയാ സൃഷ്ട യൽ പുമാംസം സ്ത്രീയം സതീം, ഈ പുരുഷനും സ്ത്രീയും ഒക്കെ എന്നാൽ നിർമ്മിക്കപ്പെട്ട മായയാണ്. മന്യസേ നോ ഭയം, ഒരു ഭയവും ഇല്ലാതെ യദ്വൈ ഹംസൗ, ഇത് രണ്ടും ഒന്നും ഉള്ളതല്ല. നോ ഭയം, രണ്ടും ഉള്ളതല്ല, ഈ രണ്ടവസ്ഥകളും ഉള്ളതല്ല. യദ്വൈ എന്തെന്നാൽ ഹംസൗ, ഹംസങ്ങളായിരിക്കുന്ന നാം, ആവയോഹോ നമ്മളുടെ ആ സത്യാവസ്ഥ കണ്ടാലും, നമ്മളുടെ ആ സത്യാവസ്ഥയെ ദർശിക്കും. മന്യസേ നോ ഭയം യദ്വൈ ഹംസൗ പശ്യം വയോർഗതിം, നമ്മൾ ആ മാനസ സരസിലെ 2 ഹംസങ്ങൾ മാത്രം ആയിരുന്നു, അതിനെ കണ്ടാലും അവരാണ്. അപ്പം മയാ എന്നാൽ സൃഷ്ടിക്കപ്പെട്ട, ഏഷ ഈ മായ, യദ്ഹി ആ മായയുടെ ഫലമായിട്ട്, പുമാംസം മുജ്ജന്മത്തിൽ പുരുഷനായിട്ട്, സതിം ഇപ്പോൾ പതിവ്രതയായിരിക്കുന്ന സ്ത്രീയായിട്ടും മന്യസേ കരുതുന്നു. ഉഭയം രണ്ടും ഉള്ളതല്ല. യത് വൈ എന്തെന്നാൽ ഹംസൗ ഹംസങ്ങളായിരിക്കുന്ന നാം, ആവയോഹോ നമ്മളുടെ ഗതിം സത്യാവസ്ഥ, പശ്യത കണ്ടാലും, നമ്മളുടെ സത്യമായിരിക്കുന്ന അവസ്ഥ, ആ ഹംസങ്ങളായിരിക്കുന്ന നമ്മളുടെ സത്യമായിരിക്കുന്ന അവസ്ഥയെ കണ്ടാലും. ഒന്നും കൂടി പറയാം. മയ എന്നാൽ സൃഷ്ടിക്കപ്പെട്ട, ഏഷ ഈ മായ, യദ്ഹി ഈ മായയുടെ ഫലമായിട്ട്, പുമാംസം മുജ്ജന്മത്തിൽ പുരുഷനായിട്ട്, സതീം ഇപ്പോൾ പതിവ്രതയായ സ്ത്രീയായിട്ടും മന്യസേ കരുതുന്നു. ഉഭയം രണ്ടും ഉള്ളതല്ല. യത് വൈ എന്തെന്നാൽ ഹംസൗ ഹംസങ്ങളായിരിക്കുന്ന നാം, ആവയോഹോ നമ്മളുടെ ഗതിം സത്യാവസ്ഥ കണ്ടാലും, നമ്മളുടെ സത്യാവസ്ഥയെ കണ്ടാലും പറയണം. അപ്പം അതിൻ്റെ അന്വയം വന്നിട്ട് മയാ സൃഷ്ട ഏഷാ മായാ യദ്ഹി പുമാംസാം സതീം സ്ത്രീയം മന്യസേ ഉഭയം ന യത് വൈ ഹംസൗ ആവയോഹോ ഗതിം പശ്യ. എന്നുകൂടി പറയാം. മയാ സൃഷ്ട ഏഷ മായാ യദ്ഹി പുമാംസം സതീം സ്ത്രീയം മന്യസേ ഉഭയം ന യത് വൈ ഹംസൗ ആവയോഹോ ഗതിം പശ്യ. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മായ, ആ മായയുടെ ഫലമായിട്ട് മുജ്ജന്മത്തിൽ പുരുഷനായിട്ടും ഇപ്പോൾ പതിവ്രതയായ സ്ത്രീയായിട്ടും കരുതുന്നു. രണ്ടും ഉള്ളതല്ല. എന്തെന്നാൽ ആ ഹംസങ്ങളായിരിക്കുന്ന നമ്മളുടെ ആ സത്യാവസ്ഥ നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ അതാണ് പറഞ്ഞത്, എൻ്റെ മായയാൽ അങ്ങയെ പുരുഷനാക്കി പിന്നെ സ്ത്രീയാക്കി, അത് മിഥ്യയാണ്. നാം ഇരുവരും പരിശുദ്ധരാണ്. പരിശുദ്ധരായിരിക്കുന്ന നമ്മുടെ വാസ്തവ സ്ഥിതി അറിഞ്ഞാലും ഹംസങ്ങളായിരിക്കുന്ന ആ സത്യം സ്വരൂപമായിരിക്കുന്ന ഹംസങ്ങളുടെ അവസ്ഥയാണ് നമ്മൾക്ക് ഉള്ളത്. അല്ലാതെ കൊണ്ട് ഈ പുരഞ്ജനിയോ മലയധ്വജനോ ഈ ജീവനോ ഒന്നും അല്ല എന്നുള്ളതാണ് പറയേണ്ടത്. മായാ ഹേഷ മയാ സൃഷ്ട യൽ പുമാംസം സ്ത്രീയം സതീം മന്യസേ നോഭയം യദ്വൈ ഹംസൗ പശ്യാവയോർഗതിം. അപ്പോൾ ഞാൻ തന്നെയാണ് എന്താണ് പൂർവജന്മത്തിൽ ആത്മാവിനെ പുരുഷനായി വിചാരിച്ചതും ഇപ്പോൾ പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് വിചാരിക്കുന്നതും എല്ലാം എൻ്റെ വെറും മായയാൽ. എന്തെന്നാൽ ഇത് രണ്ടും വാസ്തവമല്ല. നമ്മൾ രണ്ടാളും പരിശുദ്ധന്മാരാകുന്നു. നമ്മുടെ വാസ്തവ സ്ഥിതിയെപ്പറ്റി അറിയുക. അപ്പോൾ യാതൊരു കാരണത്താൽ ആ കഴിഞ്ഞ ജന്മത്തിൽ നീ പുരുഷ ശരീരം ആയിട്ടും ഈ ജന്മത്തിൽ പതിവ്രതയായിരിക്കുന്ന സ്ത്രീ ശരീരമായിട്ടും നിന്നെ തന്നെ വിചാരിക്കുന്നുവോ, ഇത് രണ്ടും വാസ്തവമല്ല. അങ്ങനെ തോന്നുവാൻ കാരണം എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മായയുടെ ശക്തിയാകുന്നു. വാസ്തവത്തിൽ നീ ഹംസനാകുന്നു. മായാസംബന്ധമില്ലാത്തതിനാൽ പരിശുദ്ധനാകുന്നു. നമ്മൾ രണ്ടുപേരുടെയും യഥാർത്ഥ സ്വരൂപത്തെ ഞാൻ പറയാം, അതിനെ കണ്ടുകൊള്ളുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ തത്വമസി എന്ന മഹാവാക്യത്താൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ബ്രഹ്മാത്മീക്യത്തെ
ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഇയം മായാ മയാ സൃഷ്ട, ഇതെല്ലാം എൻ്റെ മായാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ആവാം. അതുകൊണ്ട് ഹംസാവയോർഗതിം പശ്യ, നമ്മളുടെ ഹംസങ്ങളായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി കാണണം എന്നാണ് പറഞ്ഞത്. ഇയം മായാ മയാ സൃഷ്ട, ഈ മായ, ഇതെല്ലാം ഈ മായ കൊണ്ട്, എൻ്റെ മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്, ആവാം. അതുകൊണ്ട് ഹംസാവയോർഗതിം, ആ ഹംസങ്ങളുടേതായിരിക്കുന്ന വഴിയെ പശ്യ, നമ്മൾ കാണണം. അപ്പോൾ ഇത് വ്യാഖ്യാനം, ഇയം മായാ മയാ സൃഷ്ട ആവാം ഹംസാവാവയോർഗതിം പശ്യ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 62. അഹം ഭവാൻ ന ജാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷ്വഭോ നൗ പശ്യന്തി കവയത് ഛിദ്രം ജാതുമനാഗപി. അഹം ഭവാൻ ന ജാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷ്വഭോ നൗ പശ്യന്തി കവശൽ കവയശ്ഛിദ്രം ജാതുമനാഗപി. അല്ലയോ സ്നേഹിത, ചിന്തിച്ചു നോക്കൂ. അഹം, ഞാൻ, അങ്ങു തന്നെ, അങ്ങ് വേറെ അല്ല. ത്വം അഹം ഏവ, അങ്ങ് ഞാൻ തന്നെയാകുന്നു. ആ വിവേകികൾ ഒരിക്കലും നാം തമ്മിൽ തീരെ അന്തരം കാണുന്നില്ല. നമ്മൾ തമ്മിൽ തീരെ അന്തരം കാണുന്നില്ല. വിവേകികളായിരിക്കും. അഹം ഭവാന്ന, ഞാൻ ഭവാനല്ല. ചാന്യസ്ത്വം, അങ്ങും എന്നിൽ നിന്നും ഭിന്നനല്ല. ത്വമേവാഹം, അങ്ങ് ഞാൻ തന്നെയാകുന്നു. വിചക്ഷ്വഭോ, അതിനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കൂ. നൗ പശ്യന്തി കവയശ്ഛിദ്രം, അറിവുള്ളവരെ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം, ഛിദ്രം ജാതു മനാഗപി, നമ്മൾ തമ്മിൽ തീരെ ഒരു അന്തരം ഉണ്ടെന്ന് അവർ കാണുന്നില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഭോ, അല്ലയോ സ്നേഹിത, വിചക്ഷ്വ, ചിന്തിച്ചു നോക്കൂ. ഞാൻ, വിചക്ഷ്വ, ചിന്തിച്ചു നോക്കൂ. അഹം, ഞാൻ, ഭവാൻ, അങ്ങ് തന്നെ, ത്വം, അങ്ങ്, അന്യം നച്ച, വേറെയല്ല, അങ്ങ് വേറെ ഒരാളല്ല. ത്വം അഹം ഏവ, അങ്ങ് ഞാൻ തന്നെ. കവയവ, വിവേകികൾ, ജാതുഹു, ഒരിക്കലും, നൗ, നാം തമ്മിൽ, മനാക് അപി, തീരെ, ഛിദ്രം, അന്തരം, ന പശ്യതി, കാണുന്നില്ല. ഒന്നും കൂടി പറയാം. ഭോ, അല്ലയോ സ്നേഹിത, വിചക്ഷ്വ, ചിന്തിച്ചു നോക്കൂ. അഹം, ഞാൻ, ഭവാൻ, അങ്ങ് തന്നെ, ത്വം, അങ്ങ്, അന്യഃ നച, വേറെ അല്ല. ത്വം അഹം ഏവ, അങ്ങ് ഞാൻ തന്നെ. കവയഃ, വിവേകികൾ, ജാതു, ഒരിക്കലും, നൗ, നാം തമ്മിൽ, മനാക് അപി, തീരെ, ഛിദ്രം, അന്തരം, ന പശ്യതി, കാണുന്നില്ല. ഇതിൽ തന്നെ വന്നിട്ട് ഭോ വിചക്ഷ്വ, അല്ലയോ സ്നേഹിത, ചിന്തിച്ചു നോക്കൂന്ന്. അഹം ഭവാൻ ത്വം അന്യ നച്ച ത്വം അഹം ഏവ കവയഃ ജാതു നൗ മനാക് അപി ഛിദ്രം ന പശ്യതി. എന്നുകൂടി പറയാം. ഭോ വിചക്ഷ്വ അഹം ഭവാൻ ത്വം അന്യഃ നച്ച ത്വം അഹം ഏവ കവയഃ ജാതു നൗ മനാക് അപി ഛിദ്രം ന പശ്യതി. അല്ലയോ സ്നേഹിത, ചിന്തിച്ചു നോക്കൂ. ഭവാൻ അങ്ങുന്നു തന്നെ ആകുന്നു, ഞാൻ അങ്ങുന്നു തന്നെയാകുന്നു. അങ്ങ് വേറെ ആരും അല്ല, അങ്ങ് ഞാൻ തന്നെയാകുന്നു. വിവേകികൾ നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു വ്യത്യാസം ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് അങ്ങ്, അങ്ങു തന്നെയാണ് ഞാൻ, നാം തമ്മിൽ ഭേദമില്ല. അങ്ങുന്ന ഈ തത്വം മനസ്സിലാക്കിയാലും നാം തമ്മിൽ എന്തെങ്കിലും ഒരു അന്തരമുള്ളതായിട്ട് വിദ്വാൻമാർ കരുതുന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഭവാൻ, അങ്ങ് എന്നിൽ നിന്നും ഭിന്നനല്ല, അങ്ങ് തന്നെയാണ് ഞാൻ, അത് മനസ്സിലാക്കുക. വിവേകികൾ നമ്മൾ തമ്മിൽ തെല്ലും ഭേദം കാണുന്നില്ല. തത്വമസി എന്ന മഹാവാക്യത്താൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ബ്രഹ്മാത്മീക്യത്തെ ഉപദേശിക്കുന്നു. ഞാൻ തന്നെ ഭവാൻ, എന്നിൽ നിന്ന് അന്യനല്ല,
ഭവാൻ എന്നിൽ നിന്ന് അന്യനല്ല, ബ്രഹ്മരൂപം തന്നെ വാസ്തവത്തിൽ ജീവഭാവത്തെ വഹിച്ചിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ആ ജീവഭാവത്തെ വഹിച്ചിരിക്കുന്നതെന്ന് സാരം. നീ തന്നെ ഞാൻ. ആ ദുഃഖ സുഖാദി മനോധർമ്മങ്ങളെ നീ നിന്നിൽ ആരോപിച്ചിരിക്കുന്നു. യാതൊരു ജ്ഞാനത്താൽ ഇത് ദുഃഖം ഇത് സുഖം എന്ന് നീ അറിയുന്നുവോ, ആ അറിവാകുന്നു നിന്റെ സ്വരൂപം എന്ന് സാരം. അപ്പോൾ വിചാരശീലനായിരിക്കുന്ന വിവേകികൾ ഈ വിധം സാക്ഷാത്തായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കും നിനക്കും ഒരു കാലത്തും അല്പമാത്രമെങ്കിലും ഭേദമുണ്ടെന്ന് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. തത്വമസി എന്നുള്ളതിൻ്റെ അവസ്ഥയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഏതിനെയാണോ അന്വേഷിച്ചു പോകുന്നത് ഞാൻ തന്നെയാകുന്നു എന്നുള്ള ആ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഹം ഭവാൻ ത്വം ചാഹം, ഞാൻ ഭവാനാകുന്നു, ത്വം ചാഹം നീ ഞാനും, ഏവ ഇപ്രകാരം വിചക്ഷു ചിന്തിക്കൂ. യഥാദർശേ പുരുഷം, ഈ ആദർശത്താൽ ആ പുരുഷൻ തന്നെ വിധേക്ഷത്തെ രണ്ടായിട്ട് തഥൈവാവയോരന്തരം, നമ്മൾ തമ്മിൽ ഒരന്തരം ഉള്ളതായിട്ട് വിചാരിക്കുന്നില്ല. അഹം ഭവാൻ ത്വം ജാഹമേവ വിചക്ഷ, ഞാൻ തന്നെയാകുന്നു ഭവാൻ, അങ്ങ് തന്നെയാകുന്നു ഞാൻ എന്ന് ചിന്തിക്കൂ. യഥാദർശേ, ഈ ആദർശത്തിൽ പുരുഷൻ, ആ പുരുഷൻ ആത്മാനം സ്വയം വിധേക്ഷത്തെ രണ്ടായിട്ട് ചിന്തിക്കാതെ തഥൈവാവയോരന്തരം അവയിൽ ഒരു വ്യത്യാസം ഇല്ലാതെ ഒന്നായിട്ട് കാണുന്നു എന്നർത്ഥം. ഒന്നായിട്ട് കാണുന്നു എന്നർത്ഥം. അതാണ് അപ്പോൾ യഥാ അഹം ഭവാൻ ത്വം ചാഹമേവ വിചക്ഷ്വ യഥാദർശേ പുരുഷം ആത്മാനം വിധേക്ഷതേ തഥൈവാവയോരന്തരം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തത്വമസി എന്ന തത്വം ഇവിടെ വന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ തമ്മിൽ യാതൊരു വ്യത്യാന്തരമുള്ളതായിട്ട് വിദ്വാൻമാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തതിൽ യഥാപുരുഷ ആത്മാനമേകമാദർശചക്ഷുഷോ ദ്വിധാഭൂതമവേക്ഷേത തഥൈവാനന്തരമാവയോ. അപ്പോൾ യഥാപുരുഷ ആത്മാനമേകമാദർശചക്ഷുഷോ ദ്വിധാഭൂതമവേക്ഷേത തഥൈവാനന്തരം ആവയോ. എപ്രകാരം ആ മനുഷ്യൻ ഒരേ ഒരു ശരീരം കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും രണ്ടായിട്ട് കാണുന്നുവോ, കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും രണ്ടായിട്ട് കാണുന്നുവോ, ആ വിധം നാം തമ്മിൽ ഉള്ള അന്തരേ ഉള്ളൂ എന്നർത്ഥം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യഥാ പുരുഷ ആത്മാനം ഏകമാദർശചക്ഷുഷോ ദ്വിധാഭൂതമവേക്ഷേത തഥൈവാനന്തരമാവയോ. യഥാ എപ്രകാരം പുരുഷ മനുഷ്യൻ ഏകം ആത്മാനം ഒരേ ഒരു ആ ശരീരം ആദർശചക്ഷുഷോ അത് കണ്ണാടിയിൽ കാണുമ്പോൾ കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും കണ്ണാടിയിലും അന്യരുടെ കണ്ണാടിയിൽ ചക്ഷുഷോ അന്യരുടെ ദൃഷ്ടിയിലും ദ്വിധാഭൂതം രണ്ടായിട്ട് കാണുന്നുവോ, അതുപോലെ ആ വിധം ആവയോ നാം തമ്മിൽ അന്തരം. രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ട് മാധ്യമത്തിൽ കൂടെ കാണുമ്പോൾ രണ്ടായിട്ട് കാണുന്നു, അത്രയേ ഉള്ളൂ അർത്ഥം. യഥാ എപ്രകാരം പുരുഷ ആ മനുഷ്യൻ ഏകം ആത്മാനം ഒരേ ഒരു ശരീരം ആദർശചക്ഷുഷോ കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും ദ്വിധാഭൂതം രണ്ടായിട്ട് അപേക്ഷേത കാണുന്നുവോ തഥാ ഏവ ആ വിധം ആവയോഹോ നാം തമ്മിൽ അന്തരം ഉള്ളൂ.
എന്നും കൂടി പറയാം. യഥാ എപ്രകാരം പുരുഷ മനുഷ്യൻ ഏകം ആത്മാനം ഒരേ ഒരു ശരീരം ആദർശചക്ഷുഷോ കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും ദ്വിധാഭൂതം രണ്ടായിട്ട് അപേക്ഷത കാണുന്നുവോ തഥാ ഏവ ആ വിധം ആവയോഹോ നാം തമ്മിൽ അന്തരമുള്ളൂ. അപ്പോൾ അന്വയം വന്നിട്ട് യഥാ പുരുഷ ഏകം ആത്മാനം ആദർശ ചക്ഷുഷോ ദ്വിധാഭൂതം അവേക്ഷേത തഥാ ആവയോഹോ അന്തരം. എന്നുകൂടി പറയാം. യഥാ പുരുഷ ഏകം ആത്മാനം ആദർശചക്ഷുഷോ ദ്വിധാഭൂതം അവേക്ഷേത തഥാ ഏവ ആവയോഹോ അന്തരം. എപ്രകാരം മനുഷ്യൻ ഒരേ ഒരു ശരീരം അതിനെ കണ്ണാടിയിലും അന്യരുടെ ദൃഷ്ടിയിലും രണ്ടായിട്ട് കാണുന്നുവോ ആ വിധത്തിലുള്ള ആണ് ആ വിധത്തിൽ നാം തമ്മിലെ വ്യത്യാസത്തെ അവർ ദർശിക്കണമെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് അങ്ങ് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു. നാം തമ്മിൽ ഭേദമില്ല എന്ന് പറഞ്ഞു. അങ്ങുന്ന് ഈ തത്വം മനസ്സിലാക്കിയാലും നാം തമ്മിൽ എന്തെങ്കിലും ഒരു അന്തരമുള്ളതായിട്ട് വിദ്വാൻമാർ കരുതുന്നുമില്ല. ഒരേ ഒരാൾ തൻ്റെ ദേഹത്തെ കണ്ണാടിയിൽ കാണുന്നു, വേറെ ആളുകളുടെ ദൃഷ്ടികളിലും കാണപ്പെടുന്നു. അവ വ്യത്യസ്തം ആയിട്ട് അനുഭവപ്പെടുന്നു. അപ്രകാരം ആണ് നാം തമ്മിലുള്ള അന്തരവും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ആയിട്ടുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ മനുഷ്യൻ ഏകമായിരിക്കുന്ന സ്വശരീരത്തെ കണ്ണാടിയിലും മറ്റൊരുവൻ്റെ കണ്ണിലും യഥാക്രമം ഒന്നിൽ വലുതായും നിർമ്മലമായും സ്ഥിരമായും മറ്റൊന്നിൽ അതിൽ നിന്ന് വിപരീതമായിട്ടും ചെറുതായും മലിനമായും അസ്ഥിരമായും ഒക്കെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ ഉപാധിഭേദം കൊണ്ട് ഈ ഭേദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിൽ നിന്ന് ബ്രഹ്മരൂപം തന്നെ വാസ്തവത്തിൽ ജീവഭാവത്തെ വഹിച്ചിരിക്കുന്നതെന്ന് സാരം. നീ തന്നെ ഞാൻ ആ ദുഃഖസുഖാദി മനോധർമ്മങ്ങളെ നീ ആരോപിച്ചിരിക്കുന്നു. ഏതൊരു ജ്ഞാനത്താൽ ഇത് ദുഃഖം അത് സുഖം എന്ന് നീ അറിയുന്നുവോ ആ അറിവാകുന്നു നിന്റെ സ്വരൂപം എന്ന് സാരം. അപ്പോൾ വിചാരശീലന്മാരായിരിക്കുന്ന വിവേകികൾ ഈ വിധം സാക്ഷാത്തായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കും നിനക്കും ഒരു കാലത്തും അല്പമാത്രമെങ്കിലും ഭേദമുണ്ടെന്ന് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് കണ്ടുകൊള്ളുക. രണ്ടുപേരും ഒന്നാണെങ്കിലും അങ്ങക്ക് സർവവും അറിവുള്ളതായിട്ടും അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ഏവം മാനസോ ഹംസോ ഹംസേന പ്രതിബോധിതഃ യഥാദർശേ പുരുഷം. ഒരു കണ്ണാടിയിൽ പുരുഷൻ ആത്മാനം തന്നെ വിധേക്ഷത്തെ തഥൈവായോരന്തരം എന്ന് പറഞ്ഞു. കഴിഞ്ഞതിൽ പറഞ്ഞു കണ്ണാടിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും ഒരേ ആത്മാവിനെ രണ്ട് വിധത്തിൽ കാണുന്നത് പോലെയാണ് ആ അന്തരം ഉള്ളതെന്ന്. യഥാദർശേ പുരുഷം ആത്മാനം ദ്വിധേക്ഷതേ തഥൈവാവയോരന്തരം യഥാദർശേ പുരുഷം. ഇപ്രകാരം കണ്ണാടിയിലെ ആ പുരുഷനെ ആത്മാവായിട്ട് അന്യരുടെ ദൃഷ്ടിയിൽ വേറൊന്നായിട്ടും വിദേശത്തെ രണ്ട് വിധത്തിൽ കാണുന്നു. തഥൈവാവയോരന്തരം. അപ്രകാരം ഒരു അന്തരം മാത്രമേ നമുക്ക് തമ്മിൽ ഉള്ളൂ എന്നുള്ളതാണ് ആ ശ്ലോകത്തിലൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതാണ് ആ 64-ാമത്തെ ശ്ലോകത്തിൽ ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്
64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത സ്വസ്ഥസ്തദ്വ്യഭിചാരേണ നഷ്ടമാവ പുനഃസ്മൃതിം. അപ്പോൾ തത്വമസി എന്ന തത്വം ഇവിടെ വന്നു. സഖ്യം ആത്മനിവേദനം എന്ന ഭക്തിയുടെ ആ ഭാവങ്ങൾ അപ്പോൾ പറയാമെന്ന് ആ 30-ാമത്തെ ശ്ലോക വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശ്വരനും ജീവനുമായിരിക്കുന്ന സഖ്യവും ആത്മനിവേദനത്തിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ എന്ന് മുക്തിയും ഇവിടെ പറയുന്നു. മായയാൽ ആവൃതമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അന്തരമുണ്ടെന്ന തോന്നലുണ്ടാക്കുന്നത് ആ മായയാകുന്ന ആവരണമാണ്. ആവരണം കൊണ്ടാണ് ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ അന്തരമുണ്ടെന്നുള്ള ബോധമുണ്ടാക്കുന്നത്. അതിൽ നിന്ന് മോചനം ലഭിച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധ്യം വരും എന്ന് സാരം. അപ്പോൾ ആ തത്വമസിയുടെ തത്വം ഇവിടെ വന്നു. അങ്ങനെ സഖ്യം, ആത്മനിവേദനം എന്നീ ഭക്തിയുടെ ഭാവങ്ങൾ അപ്പോൾ പറയാമെന്ന് 30-ാമത്തെ ശ്ലോക വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. അപ്പോൾ ഈശ്വരനും ജീവനുമായിട്ടുള്ള സഖ്യവും ആത്മനിവേദനത്തിലൂടെ മാത്രമാണ് സാധ്യമാകുന്ന മുക്തിയും ആണ് ഇവിടെ പറയുന്നത്. ആ സഖ്യവും മുക്തിയും ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത വ്യഭിചാരേണ നഷ്ടാമാവ പുനഃസ്മൃതിം. അപ്പോൾ ആ മാനസത്തിൽ ആ ഹംസങ്ങളായിട്ട് ആ ഹംസത്താൽ ഇങ്ങനെ ഉണർത്തപ്പെട്ട് സ്വസ്ഥ ആ സ്വരൂപാനന്ദത്താൽ സ്ഥിതൻ ആയിട്ട് തദ്വ്യഭിചാരണ അതിൽ നിന്നും വ്യതിയാനം വരികയാൽ നഷ്ടപ്പെട്ട സ്മരണയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത സ്വസ്ഥസ്തദ്വ്യഭിചാരേണ നഷ്ടാമാപ പുനഃസ്മൃതിം. ഒന്നും കൂടി പറയാം. ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത. മാനസത്തിൽ വസിക്കുന്ന ഹംസം, ആ ഹംസം മറ്റേ ഹംസത്താൽ ഏവം ഹംസേന മറ്റേ ഹംസത്താൽ ഏവം ഇങ്ങനെ പ്രതിബോധിത ഉണർത്തപ്പെട്ട് സ്വസ്ഥ സ്വരൂപാനന്ദത്തിൽ സ്ഥിതമായിട്ട് തദ്വ്യഭിചാരിൽ നിന്നും വ്യതിയാനം വരികയാൽ നഷ്ടപ്പെട്ട ആ സ്മരണയെ വീണ്ടെടുക്കുകയും ചെയ്തു എന്ന് പറയണം. ഇപ്രകാരം അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ ആ നഷ്ടപ്പെട്ട സ്മരണ പണ്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവായിരിക്കുന്ന ആ ഈശ്വരൻ താനും ആയിട്ട് ആ മാനസ സരസിൽ രമിക്കുന്ന ദൃശ്യം ഓർമ്മ വന്നു എന്നർത്ഥം. മാനസത്തിൽ വസിക്കുന്ന സഹ ഹംസ ആ ഹംസം ഹംസേന മറ്റേ ഹംസത്താൽ ഏവം ഇങ്ങനെ പ്രതിബോധിത ഉണർത്തപ്പെട്ട് സ്വസ്ഥ സ്വരൂപാനന്ദത്തിൽ സ്ഥിതനായിട്ട് തദ്വ്യഭിചാരേണ അതിൽ നിന്നും വ്യതിയാനം വരികയാൽ നഷ്ടപ്പെട്ട സ്മരണയെ പുനഃ വീണ്ടെടുക്കുകയും ചെയ്തു. കൂടി പറയാം. മാനസത്തിൽ വസിക്കുന്ന സഹ ഹംസ ആ ഹംസം ഹംസേന മറ്റേ ഹംസത്താൽ ഏവം ഇങ്ങനെ പ്രതിബോധിത ഉണർത്തപ്പെട്ട് സ്വസ്ഥ സ്വരൂപാനന്ദത്തിൽ സ്ഥിതനായിട്ട് തദ്വ്യഭിചാരേണ അതിൽ നിന്നും വ്യതിയാനം വരികയാൽ നഷ്ടപ്പെട്ട സ്മരണയെ പുനഃ വീണ്ടെടുക്കുകയും ചെയ്തു. മാനസഃ സഹ ഹംസഃ ഹംസേന ഏവം പ്രതിബോധിതഃ സ്വസ്ഥഃ തദ്വ്യഭിചാരേണ നഷ്ടാഃ സ്മൃതിം പുനഃ എന്നുകൂടി പറയാം. മാനസഃ സ ഹംസഃ ഹംസേന ഏവം പ്രതിബോധിതഃ സ്വസ്ഥഃ തദ്വ്യഭിചാരേണ നഷ്ടാം സ്മൃതിം പുനഃ മാനസത്തിൽ വസിക്കുന്ന ആ ഹംസം മറ്റേ ഹംസത്താൽ ഇങ്ങനെ ഉണർത്തപ്പെട്ട് സ്വരൂപാനന്ദത്തിൽ സ്ഥിതമായിട്ട് അതിൽ നിന്നും വ്യതിയാനം വരികയാൽ നഷ്ടപ്പെട്ട ആ സ്മരണയെ വീണ്ടെടുക്കുകയും ചെയ്തു. ആ മാനസഹംസം മറ്റേ ഹംസത്താൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ടവനായിട്ട് ഈശ്വരൻ്റെ വേർപാട് മൂലം വന്നുപെട്ട ആ വിസ്മൃതിയിൽ നിന്ന് മുക്തനായി വീണ്ടും ആ വിവേകത്തെ പ്രാപിച്ചു എന്നർത്ഥം. മാനസഹംസം എന്നാൽ ആ ക്ഷേത്രജ്ഞൻ എന്നർത്ഥം.
ക്ഷേത്രം എന്നാൽ ശരീരം. ആ ക്ഷേത്രജ്ഞൻ, അതിനെ അറിയുന്നവൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തെ അറിയുന്നവൻ, ശരീരത്തെ അറിയുന്നവൻ, അഥവാ ബ്രഹ്മജ്ഞാനം ഉള്ളവൻ. രണ്ടാമത്തെ ഹംസം ബ്രഹ്മജ്ഞാനി. രണ്ടാമത്തെ ഹംസം എന്ന് പറയുന്നത് പരമാത്മാവ്. കഥ പൂർണ്ണമല്ല. വൈദർഭിയുടെ ആ ഭൗതിക ശരീരത്തിന് എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നഷ്ടമാപ പുനഃസ്മൃതിം എന്ന ആ വാക്യം കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായി പറയുന്നത്. ജീവൻ മുക്തനായി എന്ന അർത്ഥം എടുക്കാമെങ്കിലും കഥാശേഷം കാണേണ്ടതാണ്. കാലാന്തരത്തിൽ അത് നഷ്ടപ്പെട്ടതായി ആവണം. അപ്പം ജീവാത്മാ പരമാത്മാ ഐക്യം അഥവാ ജീവേശ്വരന്മാർ തമ്മിലുള്ള അഭേദാവസ്ഥ അഹം ഭവാന്ന ചാന്യസ്ത്വം എന്ന ആദിയായിട്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ഉപദേശിച്ചു. വിരുദ്ധ ധർമ്മങ്ങൾ കാണുന്നതിൻ്റെ കാരണം കണ്ണാടിയിലെ പ്രതിബിംബത്തെ ദൃഷ്ടാന്തപ്പെടുത്തിയിട്ടാണ് ആ അടുത്ത ശ്ലോകത്തിൽ കാണിക്കുന്നത്. നഷ്ടമാപ പുനഃസ്മൃതിം എന്ന വാക്യത്തിലെ ആ സ്മൃതിം എന്നത് ലൗകികാർത്ഥത്തിലെ ആ പൂർവജന്മസ്മരണ, ആധ്യാത്മികാർത്ഥത്തിലാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന ആ മഹാവാക്യാർത്ഥബോധം. അഹം ബ്രഹ്മേതി ചേദ്വേദ സാക്ഷാത്കാരഃ സ ഉച്യത്തെ യസ്മിൻ കാലേ സ്വമാത്മാനം യോഗി ജാനാതി കേവലം തസ്മാത് കാലാത് സമാരഭ്യ ജീവൻ മുക്തോ ഭവേദസൗ. വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാഹമിതി യസ്യാന്തഃ സ ജീവൻ മുക്തഃ ഉച്യത്തെ എന്നും ഉള്ള ആ ശ്രുതിവാക്യപ്രകാരം പുരഞ്ജനൻ ജീവൻ മുക്തനായെന്ന് സമർത്ഥിക്കാം. അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ജീവൻ മുക്തൻ ആയെന്നാണ് അർത്ഥം. ജീവൻ മുക്തൻ എന്ന പക്ഷത്തിൽ ദഗ്ധ പടന്യായന ആ ജീവത്തായിരിക്കുന്ന ശരീരം അവശേഷിക്കണം. വിദേഹമുക്തൻ എന്ന പക്ഷത്തിൽ ആ ജഡശരീരം നിലനിൽക്കും. അത് സംസ്കാരാദികൾക്ക് വിധേയം ആവുകയും ചെയ്യും. ഇവയൊന്നും കാണായികയാലാണ് കഥാപൂർത്തി വന്നില്ലെന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നത്, മനുഷ്യൻ ഏകമായ സ്വശരീരത്തെ കണ്ണാടിയിലും മറ്റൊരുവിൻ്റെ കണ്ണിലും യഥാക്രമം തന്നിൽ വലുതും നിർമ്മലമായിട്ടും സ്ഥിരമായിട്ടും മറ്റൊന്നിൽ അതിൽ നിന്നും വിപരീതമായും ചെറുതുമായും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവൻ സർവേശ്വരനാൽ ഇങ്ങനെ ഉപദേശിക്കപ്പെട്ട് ആ സ്വസ്വരൂപത്തിൽ തന്നെ നിലകൊണ്ട് ആ ഭഗവാന്റെ വിയോഗത്താൽ നഷ്ടപ്പെട്ട ജ്ഞാനം വീണ്ടും പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒന്നാണെങ്കിലും അങ്ങക്ക് സർവവും അറിവുള്ളതായിട്ടും എനിക്ക് അറിവില്ലാത്തതായിട്ടും വരുവാൻ എന്തുകൊണ്ടാണ് കാരണം എന്ന് ശങ്കിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം ദൃഷ്ടാന്തപൂർവം പറയാം. ഒരു പുരുഷൻ്റെ ശരീരം നിർമ്മലമായ കണ്ണാടിയിൽ ദോഷമൊന്നുമില്ലാത്ത നേത്രത്താൽ നോക്കുമ്പോൾ നിർമ്മലമായും മഹത്തായും തേജസ്സുള്ളതായും കാണപ്പെടും. കണ്ണാടിയിൽ ചളിയും കണ്ണിന് ദോഷവും ഉണ്ടായാൽ വിപരീതമായിട്ടും അമംഗളമായും തുച്ഛമായിട്ടും കാണപ്പെടും. അതുപോലെ ആ വിദ്യാസംബന്ധം നിമിത്തം നീ അജ്ഞൻ എന്ന പോലെ ആ വിദ്യാസംബന്ധ നിമിത്തം ഞാൻ സർവജ്ഞൻ എന്ന പോലെയും ഭേദരൂപേണ കാണപ്പെടുന്നതാകുന്നു. ഉപാധികളുടെ ഭേദമാണ് ഭേദപ്രതീതിക്ക് കാരണം. വാസ്തവത്തിൽ അണുമാത്രവും നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ല. ഇങ്ങനെ ആ മാനസതലത്തിൽ വസിക്കുന്ന ആ ഹംസത്തെ അവിജ്ഞാതൻ എന്നു പേരായിരിക്കുന്ന ഹംസം പറഞ്ഞ് ബോധിപ്പിച്ചപ്പോൾ ഭർത്തൃവിയോഗ ദുഃഖം തീർന്ന് അസ്വസ്ഥനായിട്ട് അവിജ്ഞാതാവായിരിക്കുന്ന ആ സഖാവിനെ വിട്ടുപിരിയുക നിമിത്തം സ്വരൂപേണ ബോധമില്ലാതെ വരും. അതിനാൽ അനന്തയോനികളിൽ ജനിക്കേണ്ടതായും വരും. പിന്നത്തെ കഥ പിന്നെയാണ് വരുന്നത്. തത്വം ഇതിലത്തെ ആ വ്യാഖ്യാനത്തിലെ ഏവം മാനസോ ഹംസോ, ഇപ്രകാരം ആ മനസ്സാകുന്ന ആ സരസിലെ ഹംസേന മറ്റേ ഹംസത്താൽ പ്രതിബോധിക്കപ്പെട്ട് സൻ പൂർവനഷ്ട ആ നഷ്ടപ്പെട്ട സ്മൃതിയെ പ്രാപിച്ചു. ആ പഴയ ആ സുഹൃത്തിനെ അവിടെ ഓർമ്മ വന്നു നഷ്ടം. ഏവം മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത സൻ പൂർവനഷ്ടാം സ്മൃതിം പ്രാപ, അങ്ങനെ പൂർവസ്മൃതിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം
ബർഹിഷ്മന്നേതദധ്യാത്മം പാരോക്ഷ്യേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. ബർഹിഷ്മന്നേതദധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം. ബർഹിഷ്മന്നേതദധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. അല്ലയോ ആ പ്രാചീന ബർഹിസ്സേ, ആധ്യാത്മികമായിരിക്കുന്ന ഇത് ഒരു പരോക്ഷമായിട്ട് കാണിക്കപ്പെടുകയാണ്, പ്രദർശിക്കപ്പെടുകയാണ്, കാണിക്കപ്പെട്ടു. എന്തെന്നാൽ ആ ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു പരോക്ഷ കഥനത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ആണ് ബർഹിഷ്മൻ ഏതത് അധ്യാത്മം. അല്ലയോ പ്രാചീന ബർഹിസ്സേ, ഇത് ആധ്യാത്മികമായിരിക്കുന്നതല്ല, പാരോക്ഷേണ പ്രദർശിതം, പരോക്ഷമായിട്ട് ഇത് പറഞ്ഞതാണ്. എന്തെന്നാൽ ആ വിശ്വഭാവന, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വഭാവനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു പരോക്ഷപ്രിയനാണ്. പരോക്ഷ കഥനത്തെയാണ് അധികം ഇഷ്ടപ്പെടുന്നതെന്നർത്ഥം. അപ്പോൾ അടുത്ത പദങ്ങൾ ഹേ ബർഹിഷ്മൻ, അല്ലയോ പ്രാചീന ബർഹിസ്സേ, അധ്യാത്മം ആധ്യാത്മികമായിരിക്കുന്ന ഇത് പാരോക്ഷേണ പരോക്ഷമായിട്ട് പ്രദർശിതം കാണിക്കപ്പെട്ടു. യത് എന്തെന്നാൽ വിശ്വഭാവന ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ ദേവ മഹാവിഷ്ണു പരോക്ഷപ്രിയ ആ പരോക്ഷ കഥനത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നുകൂടി പറയാം. ഹേ ബർഹിഷ്മൻ, അല്ലയോ പ്രാചീന ബർഹിസ്സേ, ആധ്യാത്മികമായിരിക്കുന്ന ഇത് പാരോക്ഷേണ പരോക്ഷമായിട്ട് പ്രദർശിതം കാണിക്കപ്പെട്ടു. യത് എന്തെന്നാൽ വിശ്വഭാവന ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ ആ ദേവ മഹാവിഷ്ണു പരോക്ഷപ്രിയ പരോക്ഷ കഥനത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. പതിത്തന്വയം ഹേ ബർഹിഷ്മൻ അധ്യാത്മം ഏതത് പാരോക്ഷേണ പ്രദർശിതം യത് വിശ്വഭാവന ഭഗവാൻ ദേവ പരോക്ഷപ്രിയ. കൂടി പറയാം. ഹേ ബർഹിഷ്മൻ അധ്യാത്മം ഏതത് പാരോക്ഷേണ പ്രദർശിതം യത് വിശ്വഭാവന ഭഗവാൻ ദേവ പരോക്ഷപ്രിയ. അല്ലയോ പ്രാചീന ബർഹിസ്സേ, ആധ്യാത്മികമായിരിക്കുന്ന ഇത് പരോക്ഷമായിട്ട് ഇവിടെ കാണിക്കപ്പെട്ടു. എന്തെന്നാൽ ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു പരോക്ഷ കഥന പ്രിയൻ ആണ്. അല്ലയോ പ്രാചീന ബർഹിസ്സേ, ആധ്യാത്മിക തത്വങ്ങൾ പരോക്ഷമായിട്ട് കഥാരൂപത്തിൽ അങ്ങക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ത്രൈലോക്യനാഥനായിരിക്കുന്ന ഭഗവാൻ പരോക്ഷപ്രിയൻ ആകുന്നു. ആധ്യാത്മിക തത്വങ്ങളെ ചേർത്തിണക്കി ഒരു രൂപകൽപ്പന ചെയ്തതാണ് ഇതിലെ ഓരോ സംഭവങ്ങളും ആധ്യാത്മിക തത്വങ്ങളുടെ പ്രകാശനം ആണ്. ഇപ്രകാരം പരോക്ഷമായിട്ട് പ്രതിപാദിക്കാൻ കാരണം ഭഗവാന് പരോക്ഷകഥനമാണ് ഇഷ്ടം എന്ന് തന്നെ. ആ പരോക്ഷപ്രിയ ഇവഹി ദേവാഹ, പരോക്ഷപ്രിയ ഇവഹി ദേവാഹ ഐതരേയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ദ്രന്റെ നാമധേയം ഇതദ്രൻ എന്നാണ്. ദേവന്മാർ പരോക്ഷപ്രിയനാകുകയാൽ ഇതദ്രനെ പരോക്ഷമായിട്ട് ഇന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുകയാണെന്നാണ് ഈ മന്ത്രത്തിലെ പ്രതിപാദ്യം. അപ്പോൾ ഇവിടെ ആ പ്രാചീന ബർഹിസ്സേ, പുരഞ്ജനോപാഖ്യാനം എന്ന ആ വ്യാജേന അപ്രത്യക്ഷമായിട്ട് പറഞ്ഞത് അധ്യാത്മതത്വമാണ്, വെറും കഥയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എന്തെന്നാൽ ആ വിശ്വഭാവനായിരിക്കുന്ന ഭഗവാൻ ദേവൻ പരോക്ഷപ്രിയനാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പ്രകാരം ആ മാനസസരസിൽ വസിക്കുന്ന ആ ഹംസത്തെ അവിജ്ഞാതൻ എന്ന പേരായിരിക്കുന്ന ഹംസം പറഞ്ഞു ബോധിപ്പിച്ചപ്പോൾ ഭർത്തൃവിയോഗ ദുഃഖം തീർന്ന് സ്വസ്ഥനായിട്ട് അവിജ്ഞാതനായിരിക്കുന്ന സഖാവിനെ വിട്ടുപിരിയുക നിമിത്തം സ്വരൂപേണ ബോധമില്ലാതെ വരും. അതിനാൽ അനന്തയോനികളിൽ ജനിക്കേണ്ടതായി വരും. ഹേ ബർഹിഷ്മൻ, ആത്മതത്വത്തെ പരോക്ഷരൂപേണ ഇങ്ങനെ അങ്ങയ്ക്ക് ബോധിപ്പിച്ചു. പരോക്ഷമായിട്ട് പറവാൻ കാരണം എന്തെന്നാൽ ലോകാഭിവൃദ്ധിയെ വരുത്തുന്ന സൃഷ്ടിയാദി ലീലകളെ നടത്തുന്ന സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഭഗവാൻ പരോക്ഷപ്രിയനാകുന്നു. അതുകൊണ്ട് ആ ഭഗവത് പ്രീതിയെ ഉദ്ദേശിച്ചിട്ടാണ് രാജകഥാവ്യാജേന ഈ ആത്മതത്വത്തെ ഈ പുരഞ്ജനോപാഖ്യാനമായിട്ട് ഇവിടെ പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഹേ ബർഹിഷ്മൻ, അല്ലയോ പ്രാചീന ബർഹിസ്സേ, ഏതദധ്യാത്മം ഇപ്രകാരമുള്ള ആധ്യാത്മികമായിരിക്കുന്ന തത്വം തവ പാരോക്ഷേണ കഥാരൂപേണ മയാ പ്രദർശിതം ഇവിടെ കാണിച്ചു തരപ്പെട്ടു. യസ്മാത് ഈശ്വര, കാരണം ആ ഈശ്വരൻ പോലും പരോക്ഷപ്രിയോസ്തി, പരോക്ഷമായിരിക്കുന്ന പരോക്ഷപ്രിയനാണ്.
സാക്ഷാത് ആത്മജ്ഞാന കഥനേന തവ ചേതസി കഥാ നായാതി. സാക്ഷാത്തായിരിക്കുന്ന ആത്മജ്ഞാന കഥനം കഥാരൂപേണ ഇവിടെ പറയപ്പെടുന്നു എന്നർത്ഥം ആണ്. ഒന്നുകൂടി പറയാം. ഏതദധ്യാത്മം, ഹേ ബർഹിഷ്മൻ, അല്ലയോ പ്രാചീന ബർഹിസേ, ഏതദധ്യാത്മം, ഇപ്രകാരം ഈ അധ്യാത്മമായിരിക്കുന്ന തവ, അധ്യാത്മത്തെ തവ പാരോക്ഷേണ, അങ്ങയോട് പരോക്ഷ രൂപത്തില് മയാ പ്രദർശിപ്പിക്കപ്പെട്ടു, പറഞ്ഞു തരപ്പെട്ടു. യസ്മാത് ഈശ്വര, എന്താണ് കാരണം? ഈശ്വരൻ പരോക്ഷപ്രിയോസ്തി, പരോക്ഷപ്രിയനാണ്. സാക്ഷാത് ആത്മജ്ഞാന കഥനേന, ആത്മജ്ഞാന കഥനം പോലും തവ ചേതസി, അങ്ങയുടെ ചേതസിൽ കഥയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. വെറുതെ അന്വയം വന്നിട്ട് നാരദ ഉവാച ഹേ ബർഹിഷ്മൻ ഏതദധ്യാത്മം തവ പാരോക്ഷേണ മയാ പ്രദർശിതം. യസ്മാത് ഈശ്വര പരോക്ഷപ്രിയോസ്തി സാക്ഷാത് ആത്മജ്ഞാന കഥനേന തവ ചേതസി കഥാ നായാതി. അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ അഷ്ടാവിംശോധ്യായ. 65 ശ്ലോകങ്ങൾ ചേർത്തിട്ട് ആ 28ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്.